ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +1 കൊമേഴ്സ് മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ നിങ്ങളുടെ മാത്സ് മോഡൽ എക്സാം? ഈസി ആയിരുന്നോ? എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ സാധിച്ചോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഈസി ആയിട്ടാണോ അതോ ഡിഫിക്കൽട്ടായിട്ടാണോ ഫീൽ ചെയ്തത്? എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് +1 കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, ഞങ്ങൾക്ക് ആവശ്യം വരില്ല എന്ന് സയൻസിൽ വിചാരിക്കേണ്ട. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസും അറിയുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും ഇത് നിങ്ങളുടെ സിലബസിലും കൂടി പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻസാണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഫസ്റ്റ് സെക്ഷനിൽ ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നിനും 3 മാർക്സ് വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷെയ്ഡ് റീജിയൻ ഇൻ ദ വെൻ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ഡാഷ്. ഒരു വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഇതാണ് ഷെയ്ഡ് റീജിയൻ തന്നിട്ടുള്ളത്. എയും ബിയും 2 സെറ്റ് തന്നിട്ടുണ്ട്. ആ 2 സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ എയും ബിയും രണ്ടും ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി എന്ന് ആൻസർ എഴുതാം. ഓക്കെ, എയും ബിയും രണ്ടും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് എ യൂണിയൻ ബി. ഇനി ഇവിടെ കോമൺ ആയിട്ടുള്ള റീജിയൻ മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്കത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതാം. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ ഇതിൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി, എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് x-5 ഈക്വൽ ടു 0. ബി തന്നിട്ടുണ്ട് x² ഈക്വൽ ടു 25. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതണം. റോസ്റ്റർ ഫോമിൽ എഴുതാൻ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസും നമ്മൾ കോമ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ അതെന്തായി? റോസ്റ്റർ ഫോമായി. സോ ഫസ്റ്റ് സെറ്റ് എഴുതാം. എ എന്ന് പറയുന്നത് x-5 ഈക്വൽ ടു 0 എന്നാണ്. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കാണുമ്പോൾ x ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതേ രീതിയിൽ ബിയും എഴുതാം. x² ഈക്വൽ ടു 25. സോ x ഈക്വൽ ടു +or-5 എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? x ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് കിട്ടിയത്. അത് സെറ്റ് നൊട്ടേഷനിൽ എഴുതാം. എ ഈക്വൽ ടു സെറ്റ് 5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. വേറെ എലമെൻസ് ഒന്നും അവിടെ ഇല്ല. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് എല്ലാ എലമെൻസും എഴുതാം. 5 മാത്രം ആയതുകൊണ്ട് 5 മാത്രം ആ സെറ്റിൽ എഴുതാം. ഇനി രണ്ടാമത്തെ ബി കിട്ടിയത് +or-5 എന്നാണ് നമുക്ക് എക്സ് കിട്ടിയത്. സോ ബി ഈസ് ഈക്വൽ ടു +5 -5 രണ്ട് എലമെൻസും കോമ ഇട്ടിട്ട് സെറ്റ് നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ ബിയുടെ ആൻസറുമായി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f from r to r given by f of x equal to x² + 1 then f of 0 equal to dash. വെരി ഈസി ക്വസ്റ്റ്യൻ. f of 0 കാണാനാണ്. എക്സിന് 0 എന്ന് കൊടുത്താൽ മതി. സോ 0² + 1 എന്ന് വരും. 0 + 1 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 1 എന്ന ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതേ ഫംഗ്ഷൻ്റെ തന്നെ ഗ്രാഫ് വരയ്ക്കണം, ഡൊമൈനും റേഞ്ചും കാണണം. ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം നമ്മൾ ഇതേപോലെ എക്സും വൈയും വാല്യൂസ് എടുക്കുക. എക്സിൻ്റെ വാല്യൂസ് ഞാനിവിടെ -3 മുതൽ 3 വരെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. -4 മുതൽ 4 വരെ ഒക്കെ എടുക്കാം. അതിനനുസരിച്ച് ഗ്രാഫ് വലുതായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി എക്സ് വാല്യൂസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൾ ടു -3 ആകുമ്പോൾ -3² + 1 എന്ന് വരും. അതായത് 9 + 1 എന്ന് വരും. 10 എന്ന ആൻസർ കിട്ടും. എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ -2² + 1 എന്ന് വരും. -2² എന്ന് പറയുമ്പോൾ 4 + 1 5 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ -1² + 1 1 + 1 2 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ ഓരോ വാല്യൂസും ചെയ്തിട്ട് കാണാം. അതിനുശേഷം പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാം. -3 10 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഞാനിവിടെ ജസ്റ്റ് റഫായിട്ടാണ് പിക്ചർ വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. സെക്കൻഡ് പോയിൻറ്റ് -25 എന്ന് എഴുതാം. -25 എന്നുള്ള പോയിൻറ്റ് പ്ലോട്ട് ചെയ്യാം. മൂന്നാമത്തെ പോയിൻറ്റ് -1 2 എന്നുള്ള പോയിൻറ്റ് പ്ലോട്ട് ചെയ്യുക. അടുത്തത് 0 1 എന്ന് പറയുമ്പോൾ y ആക്സിസിലെ പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ 1 2 മാർക്ക് ചെയ്യുക, 2 5 മാർക്ക് ചെയ്യുക, 3 10 മാർക്ക് ചെയ്യുക. സോ ഇതേ രീതിയിൽ ഒരു പരാബോളയുടെ ഷേപ്പുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഡൊമൈനും റേഞ്ചും ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഏതൊക്കെ വാല്യൂസ് എക്സിന് ചൂസ് ചെയ്തത്? എക്സിന് എല്ലാ വാല്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട്. നെഗറ്റീവ് എടുത്തിട്ടുണ്ട്, 0 എടുത്തിട്ടുണ്ട്, പോസിറ്റീവ് എടുത്തിട്ടുണ്ട്, എല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. ദെർഫോർ ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും ഈ 1 മുതലുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഗ്രാഫ് പോകുന്നത് അല്ലേ. 1ൻ്റെ താഴോട്ടേക്ക് ഗ്രാഫ് പോകുന്നുണ്ടോ? ഇല്ല. സോ 1 മുതലാണ് നമ്മുടെ റേഞ്ചിൻ്റെ വാല്യൂസ് ഒക്കെ എടുക്കുന്നത്. വൈ വാല്യൂസ് ഒക്കെ എടുക്കുന്നത് ഈ 1 മുതലാണ്. അതിൻ്റെ താഴോട്ടുള്ള ഒരു പോയിൻറ്റും നമ്മളിവിടെ എഴുതിയപ്പോഴും കിട്ടിയിട്ടില്ല, ഇല്ലല്ലോ. സോ നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് 1 മുതലുള്ള ഇൻഫിനിറ്റി വരെയുള്ള പോയിൻറ്റ്സുകളാണെന്ന് പറയാം. Therefore range equal to closed interval 1 infinity. ഇവിടെ 1ൻ്റെ അവിടെ ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് കൊടുത്തത്. കാരണം 1 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. ഇൻഫിനിറ്റിയുടെ അവിടെ എപ്പോഴും ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to x² + 1 ആണ്. അതായത് സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷനാണ്. ഓക്കെ, സോ സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഗ്രാഫ് എപ്പോഴും ഒരു പരാബോളയുടെ ഷേപ്പ്, ഇതേ രീതിയിലുള്ള ഒരു പരാബോളയുടെ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതേ രീതിയിൽ ഒരു പരാബോളയുടെ ഷേപ്പിൽ, ഒരു യു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഫംഗ്ഷൻ x² + 1, എക്സ്ട്രാ ഒരു 1 യൂണിറ്റാണ് കൂടുതലുള്ളത്. f of x equal to x² എന്നാണെന്നുണ്ടെങ്കിൽ 0 0 അതായത്
0 വെർട്ടെക്സ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഒരു പരാബോള ആയിരിക്കും നമുക്ക് കിട്ടുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1, ഒരു പ്ലസ് 1 ഇവിടെ എക്സ്ട്രാ ഉണ്ട് അല്ലേ, 1 യൂണിറ്റാണ് എക്സ്ട്രാ ഉള്ളത്. സോ ഗ്രാഫ് ആ 1 കയറിയിട്ട് 1 സെൻറ്ററായിട്ട് വരുന്ന വിധത്തിൽ ഇതേ രീതിയിലുള്ള ഒരു പരാബോള ആയിരിക്കും കിട്ടുക. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നാണെങ്കിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് കയറിയിട്ട് 2 വെർട്ടെക്സ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഒരു പരാബോള നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0, 2 ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 0, 0. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതണം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പിക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ എന്ന് പറയുന്നത് 0, 2 ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 0, 0. ഈ ഒറിജിനിലൂടെ ഈ രീതിയിൽ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? റേഡിയസ് കാണണം. ഓക്കെ, സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ഇനി റേഡിയസും കൂടി അറിയണം. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇത് വൈ ആക്സിസിൽ 0, 0യിൽ നിന്ന് 2 യൂണിറ്റ്സ് അകലത്തിലാണ് സെൻറ്റർ കിടക്കുന്നത്. സോ ആ റേഡിയസ് എന്ന് പറയുന്നത് 2 വരും. അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാലും നിങ്ങൾക്ക് റേഡിയസ് 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, സോ ഈ ഇക്വേഷൻ എഴുതാം. അതിൽ നമ്മൾ എന്താ ചെയ്യുക? എച്ച് കെ എന്നുള്ള വാല്യൂ 0, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എച്ച് ഇസ് ഈക്വൽ ടു 0, കെ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 0 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്, ഇത് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 0, 0 എന്ന്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക, വൈ ഈക്വൽ ടു 0 കൊടുക്കുക. എക്സ് 0 ആകുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയിട്ട് പോയി ഇവിടെ വൈ 0 ആയി കഴിഞ്ഞാൽ മൈനസ് 2 സ്ക്വയർ എന്ന് വരും, അതായത് 4 എന്ന് വരും, ഈക്വൽ ടു ഇവിടെ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെർഫോർ ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. റേഡിയസ് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഓക്കെ, റേഡിയസ് 2 കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? റേഡിയസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എക്സ് മൈനസ് 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് വൈ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എഴുതാം, ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതേ രീതിയിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോക്കസ് ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. പരാബോളയുടെ ഇക്വേഷൻ നമുക്കറിയാം, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്നാണ്. സോ 8 എന്ന് പറയുന്നത് എന്താണ്? 4aയുടെ വാല്യൂ ആണ് അല്ലേ. സോ 4a ഇസ് ഈക്വൽ ടു 8 എന്ന് എഴുതാം, ദെർഫോർ a ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഫോക്കസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് a 0 ആണ്. സോ 2, 0 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സും ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് കാണാൻ എക്സ് ഈക്വൽ ടു മൈനസ് എ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് 6 + 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഇത്രയാണ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. കുറച്ച് ഡാറ്റാസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ മീഡിയൻ കണ്ടിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണണം. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ മീഡിയൻ കാണാൻ ആദ്യം നമ്മൾ ഈ ഡാറ്റാസിന് എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 3 2 തവണ വന്നിട്ടുണ്ട്. സോ 3, 3, 4, 5, 7, 9, 10, 12, 18, 19, 21 എന്ന് കിട്ടും. ഓക്കെ, സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ 11 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. മീഡിയൻ കാണാൻ n+1/2 ഒബ്സർവേഷൻ ചെയ്യുക. അതായത് 11 + 1/2 ഒബ്സർവേഷൻ. 11 + 1 എന്ന് പറയുമ്പോൾ 12/2, അതായത് 6th ഒബ്സർവേഷൻ എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്യുക. 6ാമത്തെ ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6. 6th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 9 എന്ന് വരും. ഓക്കെ, സോ 9 ആണ് അതിൻ്റെ മീഡിയൻ. Therefore median is equal to 9 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ ഒബ്സർവേഷൻ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ഏതാണോ മിഡിൽ വരുന്നത് അതാണ് മീഡിയൻ. ഓക്കെ, സോ മിഡിൽ ഇവിടെ കിടക്കുന്നത് ഏതാണ്? 9. അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിലും എഴുതാം. Therefore മീഡിയൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ ഇക്വേഷൻ സിഗ്മ മോഡ് x മൈനസ് m ഡിവൈഡഡ് ബൈ n എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ഞാനിവിടെ ഈ എക്സ് വാല്യൂസ് എല്ലാം ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് എഴുതാം. എല്ലാം നേരെ ഹൊറിസോണ്ടൽ ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടേബിൾ ആക്കിയിട്ട് ഇതേപോലെ എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് കോളം മോഡുലസ് ഓഫ് x മൈനസ് m എന്നുള്ള കോളം കാണാം. ഈ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും m മീഡിയൻ എന്ന് പറയുന്ന വാല്യൂ 9 ആണ്. ആ 9 എന്ന് പറഞ്ഞ വാല്യൂ എല്ലാത്തിനും സബ്ട്രാക്ട് ചെയ്യുക. 3 - 9 കണ്ടു കഴിഞ്ഞാൽ 6 വരും, -6 വരും. അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ 6 വരും. വീണ്ടും 3 തന്നെയാണ്, സോ 6 തന്നെ. പിന്നെ 4 - 9 -5 വരും. അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ 5 എഴുതാം. അടുത്തത് 5 - 9 എന്ന് പറയുമ്പോൾ -4 വരും. അതിൻ്റെ മോഡുലസ് 4 എന്ന് എഴുതാം. 7 - 9 -2 എന്ന് വരും. അതിൻ്റെ മോഡുലസ് 2 എന്ന് എഴുതാം. 9 - 9 0, 10 - 9 1, 12 - 9 3, 8 - 9 9. അതുപോലെ 19 - 9 10 എന്ന് എഴുതാം. 21 - 9 12 എന്ന് കിട്ടും. ഓക്കെ,
ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 58 എന്ന ആൻസർ കിട്ടും. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയിട്ടുള്ള 58 ഡിവൈഡഡ് ബൈ 11, ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 11 ആണ്. സോ 58/11 ചെയ്യുക. സോ 5.27 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് 1, 2, 3 ലൈസ് ഓൺ വിച്ച് ഡാഷ് ഒക്ടൻറ്റ്. ഏത് ഒക്ടൻറ്റിലാണ് 1, 2, 3? ഇത് മൂന്നും പോസിറ്റീവാണ്. മൂന്നും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ഒക്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒക്ടൻറ്റിലുള്ള സൈൻ എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു ട്രിക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതറിയാത്തവരുണ്ടെങ്കിൽ ആ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ ഈസിയാണ് ആ ട്രിക്ക്. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സൈന് പറയാം ഏത് ഒക്ടൻറ്റിലാണുള്ളത്. ഇതുപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കാണാനാണ്. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം. ഡിസ്റ്റൻസ് ഫോർമുല x2 സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ പ്ലസ് z2 - z1 സ്ക്വയർ. ഓക്കെ, വാല്യൂസ് ഒക്കെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ ഡിസ്റ്റൻസ് √56 എന്ന് കിട്ടും. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ ലിമിറ്റ്സ് എന്നാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 1 x² + 2x + 1 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. 1² + 2 × 1 + 1 എന്ന് വരും. ആൻസർ 4 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ലിമിറ്റ് കാണാനാണ്. x² - 4 ഡിവൈഡഡ് ബൈ x - 2. സോ ഇവിടെ തന്നിട്ടുള്ളത് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എങ്ങനെയെങ്കിലും ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത് നമ്മൾ ഡയറക്റ്റ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0/0 എന്നാണ് കിട്ടുക. അതായത് ഇൻഡിറ്റർമിനൻറ്റ് ഫോമാണ് കിട്ടുക. അപ്പോൾ ഡയറക്റ്റ് 2 എന്ന് ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ ഇൻഡിറ്റർമിനൻറ്റ് ഫോമിൽ വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ലിമിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് x² - 4 ആണ്. x² - 4നെ നമുക്ക് x - 2 × x + 2 എന്ന് എഴുതാം. ഇനി x - 2 രണ്ടും ക്യാൻസൽ ചെയ്യുക. സോ ലിമിറ്റ് x ടെൻസ് ടു 2 x + 2 എന്ന് മാത്രം വരും. ഇതിന് ശേഷം ലിമിറ്റ് കൊടുക്കുക. സോ എക്സിന് 2 എന്ന് കൊടുത്താൽ 2 + 2 = 4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് ആണ് തോന്നുന്നു. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x². x²ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? x²ൻ്റെത് 2x. ഓക്കെ, പക്ഷേ ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണണം. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഇത് പഠിക്കുക. ഈ ഇക്വേഷനൊക്കെ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്. f' (x) = ലിമിറ്റ് x ടെൻസ് ടു 0 f(x + h - f(x) ഹോൾ ഡിവൈഡഡ് ബൈ h. ഇനി f(x + h) എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? f(x) എന്ന് പറയുന്നത് x² ആണ്. സോ f(x + h) എന്ന് പറയുമ്പോൾ x + h ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ x + h ഹോൾ സ്ക്വയർ - x² എന്ന് വരും. ഇത് a + b ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ x² + 2xh + x² - x² അതുപോലെ തന്നെ എഴുതാം. x² ക്യാൻസൽ ചെയ്യാം. സോ 2xh + x² എന്ന് വരും. ഇവിടെ h കോമൺ ആയതുകൊണ്ട് hന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ h × 2x + h എന്ന് വരും. സോ നമുക്ക് ഈ h ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 2x + h എന്ന് വരും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, hന് 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കാം. xന് 0 എന്നുള്ള ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2x + hന് 0 ആയി കഴിഞ്ഞാൽ ഈ ടേം അങ്ങോട്ട് പോകും. സോ 2x മാത്രം കിട്ടും. therefore f'(x) ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത് 2x എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 10 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. എത്ര കോഡ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും ത്രൂ 10 പോയിൻറ്റ്സ്? 10 പോയിൻറ്റ്സിലൂടെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒരു കോഡ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് വേണം? 2 പോയിൻറ്റ്സ് വേണം. ഓക്കെ, ഇവിടെ 10 പോയിൻറ്റ്സ് ആണ്. 10 പോയിൻറ്റ്സിൽ നിന്ന് 2 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കോഡ് വരയ്ക്കുന്നത്. സോ 10c2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 10c2ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ 45 എന്ന് കിട്ടും. ഇല്ല, ഇക്വേഷൻ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. ഇതേ രീതിയിൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 20 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 20c2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, nc2 എന്നുള്ള ഇക്വേഷൻ ഓർമ്മാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5c2 + 5c3 = ncr. ദെൻ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ്? സോ ആദ്യം 5c2ൻ്റെ വാല്യൂ എഴുതുക. 5c2 എന്ന് പറയുമ്പോൾ 10 ആണ്. അതുപോലെ 5c3 എന്ന് പറയുമ്പോൾ 10 ആണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അങ്ങനെ കാണാം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം വാല്യൂസ്. ഓക്കെ, സോ 10 + 10 എന്ന് പറയുമ്പോൾ 20 വരും. therefore ncr = 20 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ncr എന്ന് പറയുന്നത് 20 ആണ് അല്ലേ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ncr 5c5 എന്നാണ് ആദ്യത്തത് വരിക. 5c5 എന്ന് പറയുമ്പോൾ അത് 1 ആണ്, ഒരിക്കലും 20 അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് എഴുതാം. രണ്ടാമത്തത് 6c3 ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 20 എന്ന്. സോ ഇതിൽ ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 6c3 = 20. therefore n = 6 and r = 3 എന്ന് കിട്ടും. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4 and 5 ഇഫ് ദ ഡിജിറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഡിജിറ്റ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര 3-digit നമ്പേഴ്സ് എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 3-digit നമ്പേഴ്സാണ്. ഇതേപോലെ 100 പ്ലേസ്, 10s പ്ലേസ്, 1s പ്ലേസ്. സോ ഫസ്റ്റത്തെ ഈ പ്ലേസിൽ നമുക്ക് 5 ഡിജിറ്റ്സും യൂസ് ചെയ്യാം. പിന്നെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ഈ രണ്ടാമത്തെ പ്ലേസ് എത്ര നമ്പേഴ്സ് വെച്ച് എഴുതാൻ പറ്റുള്ളൂ? ബാക്കി 4 നമ്പേഴ്സ് വെച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ രണ്ടിടത്തും ആ നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇനി 3 നമ്പേഴ്സ്
നമ്പേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. സോ 5 × 4 × 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന ആൻസർ കിട്ടും. സോ ഫസ്റ്റ് സെക്ഷൻ 3 മാർക്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ മുതൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതുകൂടാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്സോ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.